ഹായ് ഓൾ അസ്സലാമു അലൈക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ഗൊജ്ജ് എന്ന് പറയുന്ന ഒരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നുള്ളത്. ടൊമാറ്റോ ഗൊജ്ജ് എന്നാണ് ഇവിടെ കർണാടകയിൽ പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ ഒരു 3 ചെറിയ സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറുതായ രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു 4 വലിയ സൈസ് തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ചെറിയ രീതിയിൽ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചെറിയതായിട്ടല്ല, എന്നാൽ വലുതായിട്ടും അല്ല, ഒരു മീഡിയം സൈസിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് കറിവേപ്പിലയും ഒരു 3 പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-15ഓളം വെളുത്തുള്ളിയുടെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാനിപ്പോൾ 2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നേരത്തെ തൊലി കളഞ്ഞ് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് സവോളയാണ്. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോളയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സവാള ഒന്ന് വരുന്ന അതേ സമയം കൊണ്ട് ഇതിൻ്റെ കൂടെ പച്ചമുളകും കറിവേപ്പിലയും കൂടി വന്നോളും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സവാള നല്ല പോലെ അത്യാവശ്യം വരുന്ന രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി സവാള വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് ഈ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് ഈ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വരണം. നമുക്കിത് മൂടി വെച്ച് തന്നെ വേവിക്കാം മിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇടയിലിടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളി നല്ല പോലെ വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ രീതിയിലും ഒരേപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലപോലെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇതേപോലെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കാശ്മീരി മുളകാണ്. 2 സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല, നമ്മൾ വെള്ളവും ചേർക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് പതിച്ച് വരുന്ന ആ ഒരു സമയം മതിയാകും. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതിയാകും നമുക്ക് ചോറിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബായ്. അസ്സലാമു അലൈക്കും.